ഇന്ന് ഓഗസ്റ്റ് 1 ശനിയാഴ്ച 8:19 രാത്രിയായി. ഈ 8:19 8:20 ഞാൻ ചെയ്യുന്ന ഒരു സംസാരം എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് തന്നെ വിളമ്പാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആലോചന വാസ്തവം പറഞ്ഞാൽ എനിക്കുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് പകല് മുഴുവൻ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല, ഒന്നും പറയാൻ തോന്നിയില്ല. ഫേസ്ബുക്കിൽ 1, 2, 3 കുറിപ്പുകൾ ഞാൻ എഴുതിയിട്ടു, അതും എനിക്ക് തൃപ്തി നൽകിയില്ല. ഓഗസ്റ്റ് 1 ശനിയാഴ്ച ആ ഒരു ഓർമ്മ, ചിന്ത, ആ ഒരു ബോധ്യം എന്റെ ഉള്ളിങ്ങനെ കിടന്ന് പരിഭ്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങ് ആകെ കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആകെ അസ്വസ്ഥത, എന്തോ ഒരു പ്രയാസം. ഞാൻ ഇന്ന് ഒരുപാട് സമയം വെറുതെ പകലിലേക്ക് നോക്കിയിരുന്നു. അപ്പൊ എന്താ പറയണ്ടേ? എനിക്കൊന്നും പറയാനില്ല. ഇന്നും നാളെയും ഞാൻ നിങ്ങളോട് ഒന്നും തന്നെ പറയില്ല. എന്ന് പറഞ്ഞാൽ പൊതുകാര്യങ്ങൾ ഇപ്പൊ പറയുകയാണല്ലോ. പക്ഷെ ഇതിനകത്ത് പൊതുകാര്യമായിട്ടൊന്നുമില്ല, സ്വകാര്യം മാത്രമേ ഉള്ളൂ. സ്വകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 1-നും ഓഗസ്റ്റ് 2-നും എനിക്ക് സ്വന്തം കാര്യം മാത്രമേ പറയാനുള്ളൂ. ഓഗസ്റ്റ് 3-ന് പോങ്ങൻ വരും. ഇപ്പോൾ ഉള്ളത് പോങ്ങന്റെ കെട്ടപാതിയാണ്, മൂഢനാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അല്ലേ? പതിവ് കാഴ്ചക്കാർക്കറിയാം. മൂഢനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മൂഢന് ഇന്നും നാളെയും കൂടി ഉള്ളൂ ഇവിടെ റോള്. പിന്നെ ഈ മൂഢൻ വിട പറയും. ഓഗസ്റ്റ് 3-ാം തീയതി പോങ്ങൻ വരും. ഈ ഓഗസ്റ്റ് 1-ഉം 2-ഉം മൂഢന് വേണ്ടി, പോങ്ങന് വേണ്ടി മൂഢൻ വേണം സംസാരിക്കാൻ. ഇന്നലെ വരെ നമ്മൾ പാറ്റാ സമരവും അതിനുശേഷം നമ്മുടെ പേളിമാണി, പിന്നെ ഇന്നലെ TG സാറ്, ഇവരെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്നും നാളെയും ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. സ്വകാര്യമായിരിക്കും. കഴിഞ്ഞ 5-6 വർഷമായി നമ്മളിവിടെ ഈ വർത്തമാനം തുടങ്ങിയിട്ട്. ആദ്യ കേൾവിക്കാരൊക്കെ കുറെ പേര് പൊഴിഞ്ഞുപോയി. പുതുതായിട്ട് ആളുകൾ വന്നു. ഇടയ്ക്ക് വന്നവർ കേൾക്കാതായി. അതിനിടയിൽ വീണ്ടും കുറച്ച് പുതിയ ആളുകൾ വന്നു. കുറച്ച് പേർ വരും പോകും. ഇന്നിപ്പോൾ ഈ ഓഗസ്റ്റ് 1-ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുമ്പോൾ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം നാളെ ഓഗസ്റ്റ് 2 ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലും വേർപാട്, പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വേർപാടിനെ കുറിച്ചായിരിക്കും. ഓഗസ്റ്റ് 2-ന് സംഭവിച്ചിട്ടുള്ള ഒരു വേർപാടിനെ കുറിച്ചായിരിക്കും പോങ്ങനെ പറയാനുണ്ടാവുക എന്ന് കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു ചിന്ത വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനല്ല, നാളെ എൻ്റെ ജന്മദിനമാണ്. ജന്മദിനം മാത്രമല്ല, നാളെ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ എൻ്റെ പിറന്നാൾ കൂടിയാണ്. എന്താണ് ഈ ജന്മദിനവും പിറന്നാളും തമ്മിലുള്ള വ്യത്യാസം എന്ന് കുറച്ചെങ്കിലും പേർക്ക് തോന്നാം സാധ്യതയുണ്ട്. ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിലെ, ജനിച്ച മാസത്തിലെ ആ ഒരു ദിവസത്തെയാണ് ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നതെങ്കിൽ ഈ ഹൈന്ദവ സമൂഹം ശരിക്കും പിറന്നാളാണ് ആഘോഷിക്കുന്നത്. അതായത് മലയാള മാസത്തിലെ ജനിച്ച നാളിനെയാണ് പിറന്നനാൾ, ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് 2 എന്ന് പറയുന്നതാണ്, ഞാൻ ഇംഗ്ലീഷ് മാസത്തിൽ ആഗസ്റ്റ് 2-നാണ് ഞാൻ ജനിച്ചതെങ്കിൽ കർക്കിടകത്തിലെ പൂരുരുട്ടാതിയാണ് എൻ്റെ പിറന്നാൾ. നാളെ എനിക്ക് കർക്കിടകത്തിലെ പൂരുരുട്ടാതിയുമാണ്, അതോടൊപ്പം ഓഗസ്റ്റ് 2-മാണ്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ജന്മദിനവും പിറന്നാളും ഒരുമിച്ച് വരുന്നു. ജന്മദിനത്തെ അത്രമേൽ അസ്വസ്ഥതയോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, ജന്മദിനവും പിറന്നാളും ഒരുമിച്ച്. എന്തുകൊണ്ടാണ് ജന്മദിനത്തിനെ ഇത്രമാത്രം ഞാൻ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജന്മദിനം എന്ന് പറയുന്ന ഒന്ന് എൻ്റെ ഈ ലോകത്തുള്ള എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു വർഷത്തെ കൂടി മാറ്റിക്കളയുന്നു, മരണത്തോടെ എന്നെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത, തലതിരിഞ്ഞ ചിന്ത എൻ്റെ ഉള്ളിൽ വന്ന് കയറിയത് കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്. ചെറുപ്പകാലത്ത് ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാവരും പിറന്നാളിനെ, ജന്മദിനത്തെ ഭയങ്കര സന്തോഷമായിട്ട്, ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ, അങ്ങനെ വളരെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ കുട്ടിക്കാലം. വാസ്തവം പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നതിൻ്റെ കാര്യം, ഈ പരിപാടി, വിദ്യാഭ്യാസം എന്ന് പറയുന്ന, സ്കൂളിൽ വരവ് പോക്ക് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. മുതിർന്ന് നല്ല മുട്ടാൻ ഒരു മനുഷ്യനാകുകയാണെന്നുണ്ടെങ്കിൽ, ഒത്ത ഒരു പുരുഷനാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ടീച്ചർമാരുടെ പാഠം പഠിപ്പീരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു ചിന്തയുടെ പുറത്താണ് അങ്ങനെ തോന്നിയിരുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്ന് പിറന്നാള് ആഘോഷിച്ച, ജന്മദിനത്തെ ആഘോഷിച്ച ആ എന്നിലെ കുട്ടിയെ ഇവിടെ നിന്ന് കല്ലെടുത്ത് ഭൂതകാലത്തിലേക്ക് എറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത്രമാത്രം ഞാനൊരു പിറന്നാൾ വിരുദ്ധനായി, ജന്മദിന വിരുദ്ധനായി മാറി എന്നുള്ളതാണ് സത്യം. കാരണം എനിക്കറിയാം,
എനിക്കൊരു ശൈശവം ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് ശിശുവായിട്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ജനിക്കുന്നത്, ശിശുവായിട്ടാണ് ജനിക്കുന്നത്. ശൈശവത്തെക്കുറിച്ച് അത്ര ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷേ എൻ്റെ ബാല്യത്തെക്കുറിച്ചൊരു കുറച്ച് ധാരണയുണ്ട്. എൻ്റെ കൗമാരത്തെക്കുറിച്ച്, കുമാരനായി ഞാൻ നടന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം വന്ന യൗവനത്തെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ നന്നായി ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്, യൗവനത്തെ നന്നായി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം ഞാനിപ്പോൾ മധ്യവയസ്കൻ എന്ന് പറയുന്ന ഒരു വിളി നേരിട്ടുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. എനിക്കിനി മുന്നിൽ വാർദ്ധക്യം മാത്രമേ ഉള്ളൂ. വാർദ്ധക്യത്തെ എനിക്ക് അത്ര കണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിചാരമില്ല. കാരണം ഒറ്റയായി നടക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഒറ്റയ്ക്കാവാൻ അത്ര താല്പര്യമില്ല. ഒറ്റയാവാൻ എളുപ്പമാണ്, ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് അത്ര ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിലവിൽ ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ബോധ്യം വന്ന ആളാണ് ഞാൻ. ഒറ്റ മാത്രമല്ല, ഞാനിപ്പോൾ കുറേ കാലം ഒറ്റയായിരുന്നു, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കൂടിയാണ്. ഒറ്റയ്ക്കായി പോയ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കൊള്ളാവുന്ന ഒരവസ്ഥയല്ല വാർദ്ധക്യം. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒറ്റയ്ക്കായി പോയ മനുഷ്യന് അനുഭവിക്കാൻ കൊള്ളാവുന്ന ഒരവസ്ഥയല്ല വാർദ്ധക്യം. ആ തിരിച്ചറിവാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. അതുകൊണ്ട് ഓരോ പിറന്നാളും എന്നെ വാർദ്ധക്യത്തിലേക്ക് അടുപ്പിക്കുന്നു, മരണത്തിലേക്ക് അടുപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് എന്നെ ഭൂമിയല്ല, സ്വർഗം എന്നാണ്. ഞാൻ ജനിച്ച് സ്വർഗസ്ഥനായ മനുഷ്യനാണ് ഞാൻ. എൻ്റെ അനുവാദമൊന്നും മേടിച്ചിട്ടൊന്നുമല്ല ആരുമല്ല മാതാപിതാക്കൾ എന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ പോലും എനിക്ക് ഒരുപാട് വലിയ സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ സന്തോഷവാനാണ്, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു വലിയ ജീവിത വിജയം നേടിയെടുക്കുകയോ അതല്ലെങ്കിൽ അത്ര കണ്ട് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ സമ്പാദിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം സ്വർഗമാണോ ഈ ഭൂമി എന്നൊക്കെ പറയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ പോലും, ഞാൻ എന്നെ കാണുന്നത് സ്വർഗസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്. എനിക്ക് ആകാശം കണ്ടാൽ തന്നെ എനിക്ക് ഒരുവിധം സമാധാനം കിട്ടും. ആകാശം നോക്കി എത്ര സമയം ഇരിക്കാൻ കഴിഞ്ഞാലും എനിക്ക് സന്തോഷം മാത്രമാണ്. ഇന്ന് ഞാൻ ഒരുപാട് സമയം ആകാശം നോക്കി, പകൽ ഒരുപാട് സമയം ആകാശം നോക്കി. ഞാൻ പറഞ്ഞത് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു കാലമായിരിക്കില്ല വാർദ്ധക്യം അല്ലെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കാത്ത അത്രയും ഒരു വലിയ കൂട്ടുകുടുംബത്തിനകത്ത് വൃദ്ധയായ ഒരു മനുഷ്യനുണ്ട് എന്നുണ്ടെങ്കിൽ ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യന് ആൾക്കൂട്ടത്തിനിടയിൽ പോലും വലിയൊരു ഏകാന്തത അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ടായത് വാർദ്ധക്യത്തെ വളരെ അടുത്തറിയുന്നത് കൊണ്ടാണ്. വൃദ്ധരായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. വൃദ്ധരായ സുഹൃത്തുക്കൾ. എനിക്ക് പ്രായം ചെന്ന മനുഷ്യരോട് വലിയ ഇഷ്ടമാണ്. എനിക്ക് വയസ്സായ ആളുകളോട് സംസാരിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രിയമുണ്ട്. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവം കാരണം അവരുടെ ജീവിതം ഈ ഭൂമിയിൽ എത്രയോ കാലം അവർ ജീവിച്ചു, എത്രയോ അനുഭവങ്ങൾ അവർ സമ്പാദിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ അംശം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ സമ്പാദ്യം തന്നെയാണ്. അപ്പം ഞാൻ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരോട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ വൃദ്ധനാവാൻ എനിക്ക് അത്ര കണ്ട് താല്പര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കായി പോയവനാണ്. ഒറ്റയ്ക്കായ മനുഷ്യന് പിന്നെയും പറയുന്നു വാർദ്ധക്യം എന്ന് പറയുന്നത് അത്ര കണ്ട് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞാൽ ഇത് വിശാലമായ ഒരു സംസാരത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പോഴല്ല കേട്ടോ, പിന്നെ ഈ വിഷയം, അതായത് ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു ദയാവധം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇന്ന് ദയാവധമുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് ദയാവധമുള്ളത്? മാറാരോഗം വന്നവർക്ക്, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് ബോധ്യം വരുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർക്ക് ദയാവധം അനുവദിച്ച് നൽകുന്നുണ്ടാവും. പക്ഷെ അങ്ങനല്ല പറയുന്നത്. എന്നെപ്പോലുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ തോന്നുകയാണ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്നവർക്ക് വാർദ്ധക്യം വലിയൊരു ശിക്ഷയായി മാറുന്ന ആ ഒരു കടമ്പ ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നും ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തരം ജീവിതാവസ്ഥ വന്നു ചേരുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി, നന്നായി ജീവിച്ചു,
തൃപ്തിയായി, എനിക്കിനി മടങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടാൻ വൈദ്യശാസ്ത്രം തീർച്ചയായിട്ടും വളരെ വലിയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം പേടി കൂടാതെ, വേദന കൂടാതെ മാന്യമായി ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യമല്ല, വൈദ്യശാസ്ത്ര സഹായം അവർക്ക് നൽകണം. കാരണം ഏറ്റവും നല്ല മരണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട മനുഷ്യരോടൊപ്പം അവരെ കണ്ടുകൊണ്ട്, അവരുടെ കൈകൾ പിടിച്ച്, അവരുടെ തലോടലേറ്റുകൊണ്ട്, അങ്ങനെ അവരെ കണ്ടുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ, സങ്കടങ്ങളില്ലാതെ, നഷ്ടബോധങ്ങളില്ലാതെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് മരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗ്യവാനായ മനുഷ്യൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഒറ്റയ്ക്കായി പോയ മനുഷ്യർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇഹലോകവാസം മനോഹരമായി, മാന്യമായി, അന്തസ്സുറ്റതായി വെടിഞ്ഞു പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചേ പറ്റുള്ളൂ. അതാണ് ഒരു നല്ല പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ദയാവധം, അതായത് ജീവിച്ചും മതിയടേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് പറഞ്ഞു വിടണ്ട. വേണമെങ്കിൽ ഈ കൗൺസിലിംഗ്, അതല്ലെങ്കിൽ അവരുടെ മനോനില നല്ലതാണോ, ശരിയായ മാനസികാവസ്ഥയിൽ തന്നെയാണോ ഇത് പറയുന്നത്, അവരുടെ മാനസിക ആരോഗ്യം നല്ലതാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തി അവർ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ട് അവരെ ഒരു 2-3 ദിവസം അവരെ നിരീക്ഷിച്ച് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഞാൻ അതിൽ കൃത്യമായിട്ട് എനിക്കൊരു ആശയമുണ്ട് കേട്ടോ. ഞാനത് നേരത്തെ തന്നെ ആലോചിച്ച് വെച്ചിരുന്നതാണ്. അതെങ്ങനെ ആയിരിക്കണം ഒരു എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്. നമ്മളെല്ലാം വൃദ്ധരായി മാറേണ്ട ആൾക്കാരാണ്. വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ഏകാന്തതയെക്കുറിച്ച് ഞാൻ കണ്ടറിയുന്നുണ്ട്. മറ്റൊരാളുടെ അനുഭവവും സ്വന്തം അനുഭവമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസിക സാഹചര്യം ഉള്ളത് ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാർദ്ധക്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരോട് പരിചയപ്പെട്ട് സംസാരിക്കാനും അവരോടൊത്ത് സഹവസിക്കാനും, ഇപ്പോൾ ഞാനിവിടെ സഹവസിക്കുന്ന ഈ വീട്ടിൽ തന്നെ 88 വയസ്സിൻ്റെ വാർദ്ധക്യ പൊലിമയുള്ള ആളുള്ളത് കൊണ്ടും അവരെ പരിചയമുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഞാനിത് പറയുന്നത്. എത്ര തന്നെ സ്നേഹിച്ചാലും, എത്ര തന്നെ ഒപ്പം നിന്നാലും, എത്ര തന്നെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും വാർദ്ധക്യത്തിൽ അവർ മാത്രം അനുഭവിക്കുന്ന ഒരുതരം ഏകാന്തതയുണ്ട്. അവരെ നമ്മൾ എപ്പോഴും പരിചരിച്ചു കൊണ്ടിരിക്കണം. അവർ ആ പരിഗണന അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. ഇപ്പോൾ എൻ്റെ അച്ഛനമ്മമാരെയൊക്കെ അവർ ഭാഗ്യവശാൽ അവർക്കും ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു പക്ഷേ വലിയ ബന്ധുബലമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കായി പോയത് എന്നൊക്കെയുള്ള ചില ആലോചനകൾ എന്നെ പരിചയമുള്ള മനുഷ്യരുടെ ഇടയിൽ തോന്നാം. ഞാനത് ഒരുപക്ഷെ നമ്മുടെ മാനസിക സാഹചര്യം, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ പ്രവർത്തന രീതികൾ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ തന്നെയാണ് അതിന് കാരണമാവുന്നത്. ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കായി പോകാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാനൊരു സഹതാപം അർഹിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്കത് വളരെ നന്നായിട്ടറിയാം. ഞാൻ പോലും എനിക്ക് വേണ്ടി സഹതപിക്കുന്ന ഒരാളല്ല. ഈ സമൂഹത്തെ ഓർത്ത് ഞാൻ ഇത്രമാത്രം വേവലാതി കൊള്ളുന്നതിൻ്റെ പിന്നിലും ഒരുപക്ഷെ ഈ പറയുന്ന ഒറ്റയ്ക്കായി പോയി എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടാണ്. സമൂഹമാണ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നൊരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇന്ന് August 1 സമയം എന്തായി? കുറേ സംസാരിച്ചു. എന്താണാവോ? 8:34 കാണുന്നുണ്ടോ? 8:34. അപ്പോൾ നാളെയും കൂടി ഞാൻ എന്തെങ്കിലും പറയും. നാളെ ഇതുപോലല്ല കേട്ടോ, നാളെ കുറച്ച് രസങ്ങൾ പറയാം. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് August 3 മുതൽ പോകാൻ പൊതുകാര്യങ്ങളുമായിട്ട് വന്നോളൂ. ഞാനിത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ തട്ടാൻ പോവാണ്. എന്തോ എനിക്ക് ഒരുതരം മനപ്രയാസം. ഞാനിന്ന് പകലൊന്നും ചെയ്തില്ല. ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഒട്ടും ഒരു സുഖമില്ലാത്തൊരു ദിവസം പോലെ.
കുറേ സമയം ആകാശം നോക്കിയിരുന്നു. പിന്നെ കുറേ കാക്കകളുണ്ട് കേട്ടോ, അത് രസമാണ്. നമ്മുടെ വീട്ടിൽ സമയാസമയം അവർ വന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് പൊക്കോളും. വെള്ളം കുടിക്കും, വെള്ളം കൊടുക്കണം അത് കൃത്യമായിട്ട്. അങ്ങനെ കാക്കകൾ അവരെ പോറ്റി. അത് 2-3 ഉണ്ട്. ഒരെണ്ണം തലയിൽ വന്നിരിക്കും. അവരുടെ ധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട അവരുടെ ഒരു കുശിനിക്കാരനാണ് എന്നുള്ള രീതിയിലാണ് കാക്കകൾ. അവരെ ശാസിക്കുകയൊക്കെ ചെയ്യും സമയം തെറ്റി കഴിഞ്ഞാൽ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കേൾക്കാം. അവിടെ ജനലിൽ വന്ന് കൊത്തുന്ന കാക്കയുണ്ട്, തലയിൽ ഉച്ചിയിൽ കയറി ഇരിക്കുന്നവരുണ്ട്, എൻ്റെ പുറത്ത് അപ്പിയിട്ട് വെക്കുന്ന കാക്കകളുണ്ട്. തോണ്ടി വിളിക്കുന്ന പോലെ മേളിൽ ചിലപ്പോൾ ഇരിപ്പുണ്ടാവും, നേരെ മേളിൽ 2-3 കരച്ചിൽ കരയുമ്പോൾ ഞാനൊന്ന് മേളിലേക്ക് എത്തി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ തോളത്തോ തലയിലോ അപ്പിയിട്ട് വെക്കുന്ന കാക്കയുണ്ട്. തോണ്ടി വിളിക്കുന്നതാണ്. അത് മേളിൽ ഇരുന്ന് ഞാൻ അങ്ങനെയാണല്ലോ, അവർക്ക് ഇങ്ങെത്താൻ പറ്റില്ല, അവർക്ക് കൊക്കുകൊണ്ട് കൊത്താനോ ഒന്നും പറ്റില്ല, ചിറകെത്തില്ല താഴെ വരെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അപ്പിയാണെങ്കിൽ ഇങ്ങ് വരുമെന്നറിയാം. അതുകൊണ്ട് കൃത്യമായി എൻ്റെ ഉച്ചിയിലേക്കോ തോളത്തോ അപ്പിയിടുമ്പോൾ ഞാൻ മേളിലേക്ക് നോക്കും, അവരെ കാണും. എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് ജീവിതം പോകുന്നതെന്നറിയോ? സന്തോഷം. ഞാൻ എന്തൊക്കെയാ പറഞ്ഞാവോ? ഇതൊന്നും കേൾക്കാനും നിൽക്കുന്നില്ല. നേരെ ഈ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരി നേരെ സിസ്റ്റത്തിലേക്ക് ഇടുന്നു, എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നാളെയും കൂടി നിങ്ങൾ എന്നെ സഹിക്കണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുകയാണ്. അയ്യോ കഷ്ടം. നിർത്തിക്കോട്ടെ. എനിക്കിന്ന് ഉറങ്ങാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭ്രാന്ത് പറയുന്നതാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഈ പോങ്ങൻ ഇങ്ങനെ ഇതെന്താണ് പിറന്നാൾ ഇത്രമാത്രം ആർക്കെങ്കിലും പേടിയുണ്ടാവുമോ പോങ്ങ എന്നൊന്നും നിങ്ങൾ ആരും ചോദിക്കരുത്. ഇതെന്താ ഞാൻ ഈ സൂമിങ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സത്യമായിട്ടും പേടിയുണ്ട്, കുറേ കാലമായിട്ട് പേടിയുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഭൂതകാലത്ത് നിന്ന് പിറന്നാൾ ആഘോഷിച്ചു പോയിട്ടുള്ള എന്നിലെ ആ കുട്ടിയെ തക്കം കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കല്ല് പെറുക്കി ഭൂതകാലത്തിലേക്ക് എറിയുമായിരുന്നു, അവനിട്ട് കൊള്ളുമായിരുന്നു എന്നുണ്ടെങ്കിൽ. അമ്മാതിരി കലി വരുന്നുണ്ട്. ജന്മദിന ആശംസകളൊന്നും നാളെ ആരും എനിക്ക് നൽകരുത് കേട്ടോ. ഘാതകാസക്തി എന്നിൽ ഉണരും എന്നുള്ളതാണ് സത്യം. നിങ്ങളെയൊക്കെ പിടിച്ചങ്ങോട്ട്, അതായത് ജന്മദിനാശംസ നേരുന്നവരെ പിടിച്ച് അങ്ങോട്ടേക്ക് വധിച്ച് നേരെ തൂക്കുകമരം സ്വീകരിച്ച് ഇഹലോകത്ത് നിന്ന് അങ്ങ് പിടിഞ്ഞു പോയാലെന്ത്, തലപറച്ച് പോയാലെന്തെന്ന് തോന്നിപ്പോകുന്ന അത്രമാത്രം ഒരു വെപ്രാളം വരും. അതുകൊണ്ട് ദയവായിട്ട് ആരും എനിക്ക് ജന്മദിനാശംസകളൊന്നും നൽകരുത്. ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്, വേറെ ആരോടും പറയാനില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളോടൊക്കെ അല്ലാതെ ആരോടാ ഇനിയിപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റുന്നത്? ഒറ്റയാവുന്നത് പോലല്ല കേട്ടോ ഒറ്റയ്ക്കാവുന്നത്. ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് ഒരുതരം ദുരിതം പിടിച്ച പണിയാണ്. ഒറ്റയ്ക്കാവുന്നവൻ്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് അയ്യോ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഈ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ധാരാളം കേൾവിക്കാർ എനിക്കുണ്ടാകുമായിരിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആരും ഞാനതൊരു തമാശ പോലെ പറയുന്ന എന്തോ പറഞ്ഞു എന്ന് മാത്രമേ കൂട്ടാവുള്ളൂ. നിങ്ങൾ നിരാശരാവരുത്. ഒരു കാരണവശാലും വാർദ്ധക്യത്തെ ഞാൻ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തിനാ പറഞ്ഞതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഇതൊരു മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വെറും പോങ്ങത്തൊന്നും കൂട്ടിയാൽ മതി. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും നന്നായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സംസാരിക്കാൻ കുറച്ച് സമയം ആരെങ്കിലും വേണം, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ 9846847888 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ, വിളിക്കണ്ട, ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ സൗകര്യം പോലെ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കാം. ഞാൻ സംസാരിക്കാൻ കുറച്ചൊക്കെ ഞാൻ നിങ്ങളെ കേൾക്കാൻ ഞാൻ എൻ്റെ ചെവികൾ വിട്ടുതരാം. വാർദ്ധക്യം വളരെ നല്ലൊരവസ്ഥയാണ്. ഒറ്റയ്ക്കാവാത്തവർക്ക് വാർദ്ധക്യം വളരെ നല്ലൊരവസ്ഥയാണ് എന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും വാർദ്ധക്യ സംബന്ധിയായിട്ടുള്ള ഒരു ഏകാന്തത അനുഭവിക്കുന്നവർ ആരെങ്കിലും പോങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 9846847888 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേശ്ശെയായിട്ട് ഞാൻ വിളിക്കാം, കേൾക്കാം. സ്നേഹം. ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു നല്ല സഹജീവിയാണ്, എന്നെ വിശ്വസിക്കാം.
ഞാൻ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും മുഷിപ്പിച്ചാലും ബോറടിപ്പിച്ചാലും ഓഗസ്റ്റ് 3 മുതൽ ഒന്നുമില്ല കേട്ടോ. പക്ഷെ നാളെയും കൂടി എന്നെ ഒന്ന് സഹിക്കണം. നാളെ കുറച്ച് രസകരമായിട്ടുള്ള തമാശകൾ പറയാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നിർത്തട്ടെ. സ്നേഹം. 20 years ago, so before I went blue, I've been waiting for someone to cut me loose. I didn't recognize those sad-eyed eyes. All along I was you. I've been kicking the can, way to